ലാലേട്ടൻ ഇത്രയും സ്നേഹമുള്ള ഒരു മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഇത്രയും നമ്മളിങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളെ ഇത്രയും ചേർത്ത് നിർത്തി ഇത്രയും സ്നേഹത്തോടെ പെരുമാറുന്ന ആ രീതി ഞാൻ പ്രതീക്ഷിച്ചത് പോലുമില്ല. അത്ര നല്ലൊരു അമ്മ, ആ അമ്മ വളർത്തിയ മകൻ അങ്ങനെ തന്നെയാണ്. ആളുകൾ പുറത്തുള്ളവർ എന്ത് പറഞ്ഞാലും ശരി തന്നെ ആ മനുഷ്യൻ അങ്ങനെ ആവാനേ പറ്റത്തുള്ളൂ. ചെന്നപ്പോഴേ പറഞ്ഞ വീഡിയോ കാണുന്ന കാര്യമെല്ലാം പറഞ്ഞ് ആദ്യം ചെല്ലുമ്പോൾ തന്നെ മുടിയും താടിയും വെട്ടി നോക്കട്ടെ, ബാർബർ ഷോപ്പിൽ ഇരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ. മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കട്ടെ, ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാക്കാം. ഒരു ക്ലൂ ആയിട്ട് കൊടുത്തതാ. കാരണം എന്ന് പറഞ്ഞാൽ ഈ പെരിയാർ എന്നുള്ളൊരു വാക്ക് എങ്ങനെ ഉമ്മ പഠിച്ചെടുക്കും? കൂടുതൽ ഓവറായ ആരായാലും ഇന്നലെ വരെ നന്നായി ഇരിക്കുന്ന ആൾ ഇന്ന് കൊള്ളാത്ത ഒരു വേല ചെയ്തത് അത് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. പുറത്തു നിൽക്കുന്ന ജനങ്ങളാണ് നമ്മളെ ഒരു ലെവലിൽ കൊണ്ടുവരുന്നത്. അപ്പൊ എല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാം ജനങ്ങളങ്ങ് അംഗീകരിച്ച് തരണമെന്നില്ലല്ലോ. കുടുംബ പ്രേക്ഷകർ അനുമോളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൽ എന്ത് കാര്യമുള്ള? അവർക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അനുവിന് സപ്പോർട്ടാന്ന് അവർക്ക് മനസ്സിലായി. അനു ഇത്രയും കാണിച്ചിട്ടും കുറ്റം പറഞ്ഞിട്ട് അനു പിന്നെ അവിടെ നിൽക്കുന്നത് ഉറപ്പായിട്ട് അനുവിന് സപ്പോർട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ നമ്മൾ ചെല്ലുമ്പോഴേ നമ്മളും മാറാം. അപ്പൊ അവര് പറയും ഇവരല്ലേ ഇരുന്ന് കഴിഞ്ഞ സീസണിൽ കുറ്റം പറഞ്ഞു കേട്ട ആളുകൾ ഇത് രണ്ടെണ്ണം കണ്ടില്ല, ഇവരാണോ പറഞ്ഞത്? ഷാനവാസും അനീഷും കൈപിടിച്ച് നിൽക്കണമെന്നാണ് എന്റെ ഏറ്റവും കൂടുതൽ ആഗ്രഹം. അപ്പുറത്തുനിന്ന് എന്ത് വരുമെന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ ലാലേട്ടന് പറയാനുള്ള ഒക്കെ അവർ പഠിപ്പിച്ചു കൊടുത്തെന്ന് തന്നെ ഇരിക്കട്ടെ. വീട്ടിന്റെ അകത്തിരിക്കുന്നവർ ഇങ്ങോട്ട് പറയുന്നത് ഒരു ബന്ധമില്ലാത്ത 5ാമത്തെ 6ാമത്തെ ദിവസം നടന്ന കാര്യമായിരുന്നു പറയുന്നത്. 71ാം ദിവസം ഒരു ചെറിയ കാര്യം പറയട്ടെ, ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI, ചെറുതിന്റെ പവർ. ഹായ്, ഹലോ, നമസ്കാരം. ബിഗ് ബോസ് വീടിനുള്ളിൽ ചർച്ചകൾ ഉണ്ടാവുന്നതും അതിൻ്റെ ഡിസ്കഷൻ അവിടെ തന്നെ തീരുന്നതും തുടങ്ങുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഓഡിയൻസിൻ്റെ പൾസിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ഓഡിയൻസിലേക്ക് ഇറങ്ങി ചെല്ലണം. അങ്ങനെ നമ്മുടെ ഇടയിലുള്ള ഒരു ഉമ്മയും മോനും ഉണ്ട്. ലാലേട്ടൻ വരെ വിളിച്ച് അഭിനന്ദിച്ച ഒരു ഉമ്മയും മോനും. നമസ്കാരം. നമസ്കാരം. ഉമ്മ എന്താ ആലോചിക്കുന്നത്? എന്ത് പറയുന്നാണോ? അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് എപ്പിസോഡൊക്കെ വളരെ നല്ലതാ. പിന്നെ നമ്മള് അത് അന്നന്ന് കാണുന്ന കാര്യങ്ങൾ പറയുന്നു. ലൈവ് ആണോ എപ്പിസോഡാണോ കാണുന്നത്? ഞാൻ എപ്പിസോഡാ കാണുന്നത്. ഒരാള് ലൈവും കാണുന്നു അല്ലേ? ലൈവ് കാണും. ലൈവിൽ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നത് ഞാൻ പറയാറുണ്ട്. അത്രയ്ക്ക് വലിയ പ്രശ്നമാണ്. പിന്നെ അത്യാവശ്യം കാണിക്കാനുള്ള എല്ലാം പ്രശ്നങ്ങൾ എപ്പിസോഡിൽ കറക്റ്റ്. എങ്ങനെ ഒരു ബിഗ് ബോസ് റിവ്യൂവിനെ പറ്റി അല്ലെങ്കിൽ ഉമ്മ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാന്നുള്ളൊരു തോന്നൽ എപ്പോഴാണ് ഉണ്ടായത്? ഞാൻ റീല് ചെയ്യുമായിരുന്നു. അപ്പൊ ഇത് കണ്ടിന്യൂസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും കൂടെ ഉള്ളവർ ചെയ്യാതെ വരുന്ന ദിവസങ്ങൾ നമ്മൾ കുറെ ദിവസം ബ്രേക്ക് ആവുമല്ലോ. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു ദിവസം വന്നപ്പോ ഏതാണ്ട് ബിഗ് ബോസ് 41ാമത്തെ ദിവസം. അപ്പൊ അന്ന് വന്നിട്ട് ഉമ്മ ഇങ്ങനെ അനീഷിന്റെ ആരാധിക്കുക. എല്ലാ ദിവസവും വീട്ടിൽ വരുമ്പോൾ അനീഷിന്റെ കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. അനീഷ് അന്നില്ല കണ്ടിന്യൂസ് ഒരു സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പൊ ഉമ്മയൊക്കെ ഇങ്ങനെ പറയും ഞാൻ അനീഷിന്റെ ആരാധിക്കുക എന്നൊക്കെ സംഭവം പറയും. അപ്പൊ ഒരു ദിവസം പറയുന്നവര് പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇത് ഞാൻ വീഡിയോ പിടിക്കാം, ഇതുപോലെ ഒന്ന് പറഞ്ഞോന്ന് പറഞ്ഞ് ചുമ്മാ ഇട്ടതാ. അപ്പൊ നമ്മൾ നോർമലി ചെയ്യുന്ന വീഡിയോസിനെക്കാട്ടി കുറച്ചുകൂടെ റീച്ചായി. അപ്പം അടുത്തൊരു വീഡിയോയും കൂടെ അടുത്ത ദിവസം ഇട്ടു. അതും അത്യാവശ്യം റീച്ച് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവര് സ്കൂട്ടിയിൽ വരുന്നൊരു വീഡിയോ അടുത്ത ദിവസം എടുത്തിട്ട് അപ്പൊ ഇവർക്ക് ഇടുന്ന ഇവരുടെ സംഭവത്തിലൊക്കെ അത്യാവശ്യം റീച്ച് കിട്ടും. അപ്പൊ ഞാൻ ഇവർക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നിയിട്ട് പിന്നെ അടുത്ത ദിവസം ഈ ശനി ഞായർ സാരി എടുത്തിരിക്കുന്ന ലാലേട്ടൻ വരുമ്പോ സാരി എടുത്തിരിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ അത് ഞങ്ങള് പ്ലാനിൽ കൊണ്ടുവന്നതല്ല. ഞങ്ങൾക്ക് ഒരു ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ടായിരുന്നു ആ ചെയ്തിടങ്ങിയ സമയത്ത്. അപ്പൊ ആ കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വന്നതിന്റെ അന്നാണ് ഉമ്മ സാരി എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ് ഉമ്മ സാരി എന്താ എടുത്തേക്കുന്നത് ചോദിക്കുമ്പോ ലാലേട്ടൻ വരുന്നത്, ലാലേട്ടൻ ഡ്രസ് ചെയ്ത് വരുമല്ലോ, എല്ലാവരും ഒരുങ്ങിക്കല്ലേ, അതുകൊണ്ട് സാരി എടുത്തെന്ന് പറഞ്ഞാൽ മതി. അന്നത്തെ ടോപ്പിക് ഇതായിരുന്നു, ലക്ഷ്മി വറുത്തതും മസ്താനി പൊരിച്ചതും ഫസ്റ്റ് കഥ വറക്കുമ്പോ ഫസ്റ്റ് പറയുന്നത്. ആ വീഡിയോ 5 മില്യൺ ആൾക്കാർ കണ്ടു. അപ്പോഴത്തേക്ക് നോർമലി നമ്മളെല്ലാവരും കണ്ടു. പിന്നെ അതിനുശേഷം റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യും അതിന്റെ അകത്ത് പോകാനുള്ള ആൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് ഓരോരുത്തർ പറയും. നമ്മൾ അങ്ങനെ ചെയ്യലൊന്നുമില്ല. ഒരാളെ കുറ്റം പറയുമെങ്കിൽ അവർക്ക് നല്ലതും പറയാം. അവിടെ ഞാൻ ഏഷ്യായിട്ട് കമന്റ് ഇടുമ്പോ തന്നെ ഓരോരുത്തർ വന്നിട്ട് പറയാം നിങ്ങൾ ഒത്തിരി സ്വഭാവമാണ്. അല്ല നമ്മൾ ഷോ അല്ലേ കാണുന്നത്. അത് ഓരോ സമയം ഓരോരുത്തർക്ക് ഓരോ ദിവസം ഓരോ അവസ്ഥയായിരിക്കും. ഒരു ദിവസം നമുക്ക് നെവിനോട് ഇഷ്ടം, ഉദാഹരണം തന്നെ പറയാം, ഒരു ദിവസം നെവിനോട് ഇഷ്ടം പോയി, അന്ന് ഭയങ്കര വയലൻസ് ആയിട്ട് നമ്മൾ വീഡിയോ ഇട്ടു. അടുത്ത ദിവസം നെവിനോട് ഇഷ്ടമായി, അതിന് നെവിൻ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അപ്പൊ കുഴപ്പം കാണിക്കാത്ത ഒരാളെ കുറ്റം പറയാൻ പോലല്ലോ, ഇത് ഷോ അല്ലേ. അപ്പൊ ഡെയിലി നടക്കുന്ന അപ്ഡേഷൻ അല്ലേ നമ്മൾ പറയുന്നത്. സ്ഥിരമായിട്ട് ഒരാളെ ഇഷ്ടപ്പെടുന്നത് ഉമ്മക്ക് അനീഷിനെ ഇഷ്ടമാണ്, പക്ഷെ എല്ലാരെയും കുറിച്ച് സംസാരിക്കും. എനിക്ക് അക്ബറിനെ ആയിരുന്നു ഇഷ്ടം,
അല്ല ഉള്ളത് ഏറ്റവും മെച്ചമായിട്ട് ഇഷ്ടം അക്ബറിനെ. പക്ഷെ എല്ലാരും നമ്മളെല്ലാവരുടെയും കാര്യങ്ങൾ പറയും. അക്ബർ കുഴപ്പമാക്കുന്നത് പറയാറുണ്ട്. എപ്പോഴും അക്ബറിനെ കുറ്റമാണ് പറയുന്നത്. അല്ല എന്ന് പറഞ്ഞാൽ അക്ബർ കുറച്ച് കുത്തിത്തിരിപ്പൊക്കെ കൂടുതലാണ് അതിനകത്ത്. ഷാനവാസും കുറച്ച് കൊച്ചയിൽ സംസാരവും പിന്നെ അങ്ങനെ ആയപ്പോഴത്തേക്ക് ഞാൻ അവിടെ പോയപ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞു, ഒരു ഇതായിട്ട് പറഞ്ഞു, ഷാനവാസ് നല്ലതുപോലെ കളിച്ചുകൊണ്ടിരുന്നതാണ്, മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കട്ടെ, ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാക്കാം. ഒരു ക്ലൂ ആയിട്ട് കൊടുത്തതാ. കാരണം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് സംസാരിക്കുന്ന എന്തായാലും പുറന്തള്ളപ്പെട്ട് പോകുമെന്ന് ഉറപ്പായി. കാരണം ജനങ്ങൾ പുറത്ത് നിൽക്കുന്ന ജനങ്ങള് എല്ലാം അംഗീകരിക്കണമെന്നില്ല. സത്യം. പുറത്ത് നിൽക്കുന്ന ജനങ്ങളാണ് നമ്മളെ ഒരു ലെവലിൽ കൊണ്ടുവരുന്നത്. അപ്പൊ എല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാം ജനങ്ങൾ അങ്ങ് അംഗീകരിച്ച് തരണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം. പക്ഷെ ഷാനവാസിന് അത് മനസ്സിലാവുകയും ചെയ്തു, ഷാനവാസ് അത് പറയുകയും ചെയ്തു. പിന്നെ അക്ബർ നല്ല പ്ലെയർ ആണ്, പക്ഷെ ഇത്തിരി കുത്തിത്തിരിപ്പുണ്ട്. പിന്നെ അനീഷ് പറയുന്നത് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നുണ്ടെങ്കിലും അനീഷ് പെൺപിള്ളേരെയൊന്നും ആവശ്യമില്ല. പെൺപിള്ളേരും അത്ര ഇതൊന്നും അല്ല, എല്ലാരും നല്ല കട്ടക്ക് നിൽക്കുന്ന പെൺപിള്ളേരാണ്, ഒന്നും മോശമല്ല. ഏത് പെൺപിള്ളേർ ഇപ്പൊ നിലവിൽ ആദില നൂറ അനുകുട്ടിയാണ് ഉള്ളത്. അപ്പൊ ഇതിൽ ആരെ ഏറ്റവും ഇഷ്ടം? നൂറയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നൂറ ഗെയിംസിലൊക്കെ അതെ അതെ കാര്യം ഫൈനലിലേക്ക് പുള്ളി ഓൾറെഡി കഴിവുകൊണ്ട് തന്നെ കേറിയിട്ടുണ്ട്. അതെ. പിന്നെ അനുമോളെ ഇപ്പൊ ഈ ആദ്യം ആരെ ഇഷ്ടപ്പെടാതിരിക്കും കാര്യമില്ല. കാര്യം ഇത്രയും പേര് ഫൈറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് വരെ വന്ന ലേഡീസ്. അതെ അതെ. അപ്പൊ അനുമോള് സൂപ്പറാണ്. ഇടയ്ക്കിടയ്ക്ക് അനുമോള് അമ്മായി ആവും, അനുമോള് കൊച്ചു വെച്ചാൽ മതി. പിന്നെ അനുമോളെ കരച്ചിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ കരച്ചിൽ വീട്ടുകാർ പോയതിനു ശേഷം കുറഞ്ഞല്ലോ. നമ്മളങ്ങനെ പോസിറ്റീവ് പറയല് കുറവാണ്. പോസിറ്റീവ് പറയാത്ത അല്ല, പോസിറ്റീവ് പറയലില്ലായിരുന്നു. കാര്യം എല്ലാ ദിവസവും വെള്ളം വെച്ചോണ്ട് നടക്കുന്നത് അങ്ങനെ പറയാൻ നോക്കില്ല. പക്ഷെ ഈ അടുത്തായിട്ട് എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ ഞങ്ങൾ പോസിറ്റീവ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ അനുമോളുടെ PR ബഹളം വെക്കലും ഭയങ്കര കരച്ചിലും ആയതുകൊണ്ട് അത്ര ഇതല്ലായിരുന്നു. പക്ഷെ ഇന്നലത്തെയൊക്കെ എപ്പിസോഡിലാണെങ്കിൽ അനുവിന്റെ ഭാഗത്താണ്. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിരുന്നു റിവ്യൂ ചെയ്തിരുന്നു. അതിന്റെ ഭാഗത്തായിരുന്നു ന്യായം. അതിലെ പ്രശ്നമില്ലാതെ ഇടപെട്ടേക്ക് ചോറ് കുറച്ച് ബാക്കി വന്നപ്പോ അനു അതിന് കറിയും എടുത്ത് മാറ്റി വെച്ചു. കാരണം ചോറ് മാത്രം അടുത്ത ഒരാൾ എക്സ്ട്രാ ചോദിക്കുമ്പോ ചോറ് മാത്രം കൊടുക്കാൻ പറ്റത്തില്ല, കറിയും കൊടുക്കണ്ടേ. അതിന് എടുത്ത് മാറ്റി വെച്ചപ്പോഴത് അതിനായിരുന്നു പ്രശ്നം ഉണ്ടായത്. അനുവിന്റെ ഭാഗത്തായിരുന്നു ഇന്നലത്തെ. മാത്രമല്ല അരി ഇട്ടത് ആദിലയാണ്, അത് പറയുന്നുമില്ല. അങ്ങനെയുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ അന്നന്ന് കാണുന്ന, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ അതിൽ ഇഷ്ടം അനീഷിന്റെ സ്വഭാവമുണ്ട്. നല്ല ക്ലിയർ സ്വഭാവം ആയതുകൊണ്ട് എനിക്ക് അനീഷിനെ കൂടുതൽ. അനീഷിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് അതിനകത്ത് കൂടുതലുള്ളത്. കൂടുതൽ ഇഷ്ടപ്പെടത്തില്ല. എന്റർടൈൻമെന്റ് കുറവാണ്. അത് കുറവാണ്. എന്നാലും സ്വഭാവ രീതി വെച്ചാണ്, ആ സ്വഭാവത്തിന്റെ രീതി കൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു നല്ല രീതി. പക്ഷെ എല്ലാവരും ഇഷ്ടമാണ്, അതിനകത്ത് കളിക്കുന്ന എല്ലാവരെയും ഇഷ്ടം. ഈ പറയുന്ന നിവിനെ പോലും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ തെറ്റ് കണ്ട ഞാൻ അതുപോലെ തന്നെ പറയും, അതുപോലെ തന്നെ അതി കാണിക്കുന്നത് അതുപോലെ തന്നെ പറയും എന്നുള്ളതാണ്. ഈ പെരിയാർ എന്നുള്ളൊരു വാക്ക് എങ്ങനെ ഉമ്മ പഠിച്ചെടുത്ത, അല്ലെങ്കിൽ പെരിയാർ എന്താന്ന് കരുതിയിട്ടാ പറഞ്ഞു തുടങ്ങി? അല്ല, PR നമ്മുടെ കമന്റ് ബോക്സിലും എല്ലാം അല്ലാതെ തന്നെ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാനാണ് ഈ പെരിയാർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു ഇങ്ങനെ പെരിയാർ എന്ന് പറയാം. അന്ന് നമുക്ക് അറിയത്തില്ലേ PR എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാന്നുള്ള സെറ്റപ്പ് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. കഴിഞ്ഞ സീസണിലൊന്നും അങ്ങനെ ഇത്ര ഇതില്ല. ഈ സീസണിൽ അനുമോള് പോയതിനു ശേഷമാണ് PR ചെയ്തെന്നും പറഞ്ഞാലും ജയിക്കും. ഇതിപ്പം കഴിവുണ്ടെങ്കിലേ അവർ ജയിക്കത്തുള്ളൂ. PR ചെയ്തെന്നും ഇപ്പൊ സ്ലോ മോഷനിൽ വരുന്ന വീഡിയോയോ ഫോട്ടോയോ ഇട്ടെന്നും പറഞ്ഞൊന്നും മെച്ചമാവത്തില്ല. ആളുകൾ കൂടെ ഇഷ്ടമാവണ്ടേ. അനുമോളേക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, അനീഷിനെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, അതിലെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. ഇപ്പം പലരുടെയും ഇന്റർവ്യൂസ് എടുക്കുന്ന സമയത്ത് അവരൊക്കെ ചോദിക്കുന്നത് ഈ കുടുംബ പ്രേക്ഷകർ അനുമോളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൽ എന്ത് കാര്യമില്ല, കുടുംബ പ്രേക്ഷകർ എല്ലാവരും വോട്ട് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ? കുടുംബ പ്രേക്ഷകരല്ല പിന്നെ ആരായിരിക്കും? എനിക്ക് തോന്നുന്നു കുടുംബ പ്രേക്ഷകരായിരിക്കും ഏറ്റവും കൂടുതൽ അനുമോൾക്ക് വോട്ട് ചെയ്യുന്നത്. അല്ല, TV കാണുന്നതിന് വോട്ടിംഗ് ഇല്ലല്ലോ, ഹോട്ട്സ്റ്റാറിലല്ലേ വോട്ടിംഗ്? ഹോട്ട്സ്റ്റാറിലേ ഉള്ളൂ. TV കാണുന്നവരാണെങ്കിലും ഇപ്പൊ നമ്മൾ TV കാണുന്നതിൽ നമുക്കും രണ്ടോട്ടുണ്ട്. ലൈവ് കാണുന്നില്ലെന്നാ പറഞ്ഞു. ഹോട്ട്സ്റ്റാറൊക്കെ ഉണ്ട്, വോട്ട് ചെയ്യലുണ്ട്. ഉമ്മാടതിലും ഞാനും ചെയ്യാറുണ്ട് വോട്ട്. ഇപ്പം അതേപോലെ കുടുംബ പ്രേക്ഷകരെന്ന് വെച്ചാൽ ഈ ഉമ്മാടെ ഏജിലുള്ള പ്രായമുള്ള സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ജയിക്കല്. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, അവരുടെ മക്കളുടെ അടുത്ത് പറയും, മരുമക്കളുടെ അടുത്ത് പറയും വോട്ട് ചെയ്യാനായിട്ട്. അവര് ഷോ കാണുന്ന പോലും അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞതല്ലേ ചെയ്യാന്ന് പറഞ്ഞ് ചെയ്യും. അങ്ങനെയാണ് ഓരോരുത്തരും ഇവിടെ ജയിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ്. അപ്പൊ ഈ അനുമോക്കും അതുപോലെ തന്നെ അനുമോക്ക് നല്ല സപ്പോർട്ടുണ്ട്. അനുമോ നല്ല കളിക്കുന്നുണ്ട്. ആള് കുറച്ച് ചെറുതാണെങ്കിലും ആള് മെച്ചമായിട്ട് കളിക്കുന്നുണ്ട്. അവരോടെല്ലാം ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല, എല്ലാവരോടും ഫൈറ്റ് ചെയ്യും. ഉമ്മ, കഴിഞ്ഞ ആഴ്ച നിവിനും അനുമോളും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു, കണ്ടിരുന്നില്ലേ? വെള്ളം കോരി ഒഴിക്കലും പരിപാടിയും കാര്യങ്ങളും.
നിവിൻ കുറ്റക്കാരൻ. പക്ഷെ ലാലേട്ടൻ കൊടുത്ത ശിക്ഷ കുറച്ച് കുറഞ്ഞു പോയോ? കുറച്ചും കൂടെ പ്രതീക്ഷ പുറത്ത് വിടുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. വിട്ടാ കുഴപ്പമില്ലെന്ന്. പുറത്ത് അന്ന് വിട്ടാ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പം നിവിനെയും അക്ബറിനെയൊക്കെ ഇപ്പം ആളുകൾ ഒറ്റപ്പെടുത്തുന്നുണ്ട് അതിനകത്ത്. അന്നേ അത് പുറത്ത് വിട്ടെങ്കിൽ അങ്ങ് പുറത്ത് പോയേനായിരുന്നു. ഇപ്പൊ അവര് നല്ലപോലെ കളിക്കുന്നുണ്ട്. ഇപ്പൊ അവര് നല്ലപോലെ കളിക്കുന്നുണ്ട്. പിന്നെ പണപ്പരിപാടിയുടെ ഒക്കെ ടാസ്ക് വരുമ്പോഴത്തേക്ക് പണം എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഈ പറയുന്ന ഞാനായാലും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓടിപ്പോയെന്ന് എടുക്കാം, അല്ലെങ്കിൽ അതിൽ പങ്കുചേരാം എന്നൊക്കെ ഉള്ള ഒരു ഇത് വരും. അവൻ നല്ലൊരു ഗെയിമറാ, നല്ലതുപോലെ കളിക്കുന്നതുവാ. പക്ഷെ ആളുകൾക്ക് കണ്ടോണ്ടിരിക്കാനും നല്ല രസമുള്ള ഒരു പയ്യനാണ് നിവിൻ. പക്ഷേ കയ്യിലിരിപ്പ് കുറച്ച് കൂടുതലാ. ഈ സീസൺ 7 ഏറ്റവും നല്ല എന്റർടൈൻമെന്റ് നിവിനായിരുന്നു. പക്ഷെ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചപ്പോ അത് കൂടിപ്പോയി. ആളുകൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ലല്ലോ. കൂടുതൽ ഓവറായ ആരായാലും ഇന്നലെ വരെ നന്നായിരിക്കുന്ന ആൾ ഇന്ന് കൊള്ളാത്ത ഒരു വേല ചെയ്തത് അത് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ അപ്പൊ ഈ അക്ബറും ആര്യനും നിവിനും കൂടിയായിരുന്നു ക്യാപ്റ്റൻസിയിൽ വന്നത്. അനുമോളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് 3 പേർക്കും പങ്കുണ്ട്. പക്ഷെ നിവിന് മാത്രമേ കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ ചെയ്തത് അവനാണ്. പക്ഷെ ഇതിന്ന് പുറത്തു പോയത് ആര്യനായി. സാബുമോനായിരിക്കും പോകേണ്ടത് നോർമലി. അപ്പോഴത്തേക്കും സാബുമോൻ പോകേണ്ട സ്ഥാനത്ത് നെവിൻ പോകാൻ വേണ്ടിട്ട് എല്ലാവരും സാബുമോൻ വോട്ട് ചെയ്തു. നെവിൻ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് സാബുമോൻ വോട്ട് ചെയ്തു. പക്ഷെ സാബുമോന്റെ തൊട്ട് മുകളിൽ ആരെയും കിടക്കുന്നത്, അതിന്റെ മുകളിൽ നെവിൻ കിടക്കുന്നത്. ആ ഒരു അവസ്ഥയിലാണ് വോട്ടിങ്ങിന്റെ. ഞാനും ഈ യൂട്യൂബിലൊക്കെ ഉള്ളതോ കള്ളോ. അപ്പൊ ഏറ്റവും താഴെ കിടക്കുന്നത് സാബുമാനായിരുന്നു. അപ്പൊ സാബുമാൻ എല്ലാവരും ഞങ്ങൾ വരെ പറഞ്ഞു സാബുമാൻ വോട്ട് ചെയ്യണം. ഓരോ ദിവസത്തെ റിവ്യൂ എല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ സാബുമാൻ അന്ന് വോട്ട് കിട്ടി. സാബുമാൻ പോയെങ്കിൽ നെവിന്റെ മുകളിലെത്തി. അപ്പൊ പിന്നെ നെവിന് പിന്നെ ആര്യന് എന്നുള്ളതായി. നെവിന് ഇപ്പൊ കുഴപ്പമില്ല. പക്ഷെ തമാശ അപ്പൊ ഓവറായിരുന്നേ ഉള്ളൂ. പക്ഷെ ആര്യ നല്ല കുറച്ചുകൂടെ മെച്ചമായിരുന്നു. ആര്യൻ ഇപ്പൊ പോകണ്ടായിരുന്നു തോന്നി. ആര്യൻ പോകണ്ടായിരുന്നെന്ന് തോന്നി. പക്ഷെ ആര്യൻ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പം ആര്യനൊരു ഡാൻസും ഒരു പാട്ടും ഒരു ആഹ്ലാദം കൂടുതലാണ്. അത് പലപ്പോഴും എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾ ചിലരൊക്കെ പന്ന പ്രവൃത്തി ചെയ്തിട്ട് പോയപ്പോഴത്തേക്ക് അങ്ങനെ സന്തോഷം കാണിച്ചാൽ അതിന് തരക്കേടില്ല. അല്ലാതെ തന്നെ ഒരാളുടെ ബെഡിൽ വെള്ളം കൊണ്ടൊഴിക്കുമ്പോഴത്തേക്ക് കൂവി ഭയങ്കര ആക്കുമ്പോഴത്തേക്ക് നമുക്കത് കാണുമ്പോഴത്തേക്ക് ഒരു വിഷമം വരും. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ബെഡിൽ കൊണ്ട് ആരായാലും കൊണ്ടുവന്ന് ഒഴിക്കുന്ന അത് മോശമാണല്ലോ എന്ന് നമുക്ക് വരത്തില്ലേ. നാട്ടുകാരൊക്കെ ഇനി ഇതിന്റെ താഴെ കമന്റ് ഇടും, ഉമ്മ അനുമോടെ പെരിയാറെന്ന് പറഞ്ഞിട്ട്. അത് പറയുന്നത് അനുമോൾക്ക് 16 ലക്ഷം രൂപ പെരിയാറ് കൊടുത്തതിൽ എനിക്ക് കുറെ കൊണ്ട് തന്നെന്ന ആളുകൾ പറയും. സംസാരിച്ചതിലും നോർമലി എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. അപ്പൊ പ്രേക്ഷകർക്ക് എങ്ങനെ തോന്നുന്നു? വെറുതെ പേടിപ്പിക്കല്ലേ ഉമ്മാനെ. മേടിച്ചിട്ട് ഒരാളെ മാത്രം അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും അല്ല ഉമ്മ ന്യായം പറഞ്ഞതാ. അഭിപ്രായം ആദ്യം പറഞ്ഞിട്ടില്ല. എനിക്ക് അനുമോളുടെ രീതികളൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. തുടക്കത്തിൽ എനിക്ക് ഇത്രയേ അല്ലായിരുന്നു. ആ കരച്ചിലും ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കലും ഒക്കെ. പക്ഷെ അനുമോൾ അവിടെ നിന്ന് തുടക്കം മുതൽ വഴക്കുണ്ടാക്കി എല്ലാവരുമായിട്ട് പിടിച്ചു നിന്ന് ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഇവിടം വരെ എത്തി. ഇനി ഫൈനലിലും കയറുമായിരിക്കും. അത് അനുമോളുടെ പെരിയാർ ആയതുകൊണ്ട് പറയുന്നതല്ല. അല്ല പെരിയാർ ആയതുകൊണ്ടൊന്നും കൂട്ടിച്ചേർക്കണ്ട. അല്ലെങ്കിൽ അപ്പൊ പെരിയാറാണെന്ന് തന്നെ പറയും ആൾക്കാർ. അതിപ്പോ കമന്റ് ഇടുന്നവരെയും എല്ലാരെയും പെരിയാർ എന്ന് പറയുന്നത് അത് ബുദ്ധി ഇല്ലാതെ ഓരോരുത്തർ ചുമ്മാ ഓരോന്ന് പറയുന്നത്. പെരിയാർ ഇപ്പൊ ബിആർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ബിആർ എല്ലാവരെയും കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ബിആർ ആണോ ഈ നാട്ടിൽ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടുന്നവരെല്ലാം ബിആർ ആണോ? നോർമലി കമന്റ് ഇടുന്ന സാധാരണക്കാരുടെ അക്കൗണ്ടുകളാണ് ഞാൻ നോക്കും നമ്മുടെ കമന്റ് ബോക്സിൽ വരുന്നത്. പക്ഷെ അവരൊന്നും ബിആർ അല്ല. പക്ഷെ ഒരാളെ കുറിച്ച് പോസിറ്റീവ് പറയുമ്പോൾ അപ്പോഴേ അവരെ ബിആർ ആയിട്ട് പറയാം. അത് ഈ വർഷമാണ്. ഇതിനു മുമ്പൊന്നും ഇങ്ങനെ ഈ വർഷം ഭയങ്കരമായിട്ട് പിആറിനെ പറ്റി സംസാരിച്ചു. ഇപ്പൊ അനു നമ്മളെ വീഡിയോയിൽ സപ്പോർട്ട് വന്ന അനുമോളെന്ന് പറഞ്ഞ ആരെങ്കിലും കമന്റ് ഇട്ട് അപ്പോഴേ ഇതാണ്ട് ബിആർ എത്തി, അനുമോളുടെ ബിആർ എത്തി. അത് അവർക്കത് മനസ്സിലാക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ലാത്ത. എന്റെ അടുത്ത് ചോദിച്ചു നീ ബിആർ അല്ലേ? ഞാൻ നാട്ടിൽ ഫ്രൂട്ട്സ് നടന്ന് നമ്മളെവിടെ ബിആർ വീഡിയോ ചെയ്ത് 40 ദിവസമായിട്ട് നമ്മൾ വീഡിയോ തുടങ്ങുന്നത് 70 ദിവസമായപ്പോ നമ്മളിത് എങ്ങനെയോ കത്തി ലാലേട്ടന്റെ അടുത്ത് എത്തി. 70 ദിവസമായപ്പോ അപ്പൊ അങ്ങനെ നമുക്കൊരു ലോട്ടറി അടിച്ചാണെങ്കിൽ ഒരു സംഭവമാണ് വന്നത്. അല്ലാതെ ബിആറിന്റെ അത് ഇതൊന്നും അല്ല. എങ്ങനെ ഉണ്ടായിരുന്നു ലാലേട്ടന്റെ? അത് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇങ്ങനെ ചെയ്ത് ജനങ്ങൾ അവിടെ കൊണ്ടുവന്ന് ലാലേട്ടന്റെ മുമ്പിൽ. പക്ഷേ ലാലേട്ടൻ ഇത്രയും സ്നേഹമുള്ള ഒരു മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഇത്രയും നമ്മൾ ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളെ ഇത്രയും ചേർത്ത് നിർത്തി ഇത്രയും സ്നേഹത്തോടെ പെരുമാറുന്ന ആ രീതി ഞാൻ പ്രതീക്ഷിച്ചത് പോലും ഇല്ല. അത് കാണാൻ പോലും പറ്റുമെന്ന് വിചാരിച്ചല്ലേ ഞങ്ങൾ അവിടെ പോയി. പക്ഷെ കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ആ സ്നേഹം
ആ കാണുന്നുണ്ടല്ലേ നിങ്ങളെയൊക്കെ വളർത്തിയത് കൊണ്ടാവും. നിങ്ങളെയൊക്കെ കാണുന്നുണ്ടാവും. അല്ല പറഞ്ഞു ചെന്നപ്പോഴേ പറഞ്ഞു വീഡിയോ കാണുന്ന കാര്യം എല്ലാം പറഞ്ഞു. ആദ്യം ചെല്ലുമ്പോ തന്നെ മുടിയും താടിയും വെട്ടി നോക്കട്ടെ ബാർബർ ഷോപ്പിൽ ഇരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ അപ്പോഴേ എനിക്ക് പറയലു തുടങ്ങി. ആ ലാലേട്ടന്റെ അമ്മ ആ പുള്ളി നല്ലൊരു അമ്മയാണ്. കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നേ പോയിട്ട് പറയാനായിട്ട്. ഈ അവാർഡ് കിട്ടിയ കാര്യം ഒക്കെ പറയണമെന്ന് വിചാരിച്ചു ആദ്യം ചെല്ലുമ്പോഴാണ്. അപ്പൊ കാരവാനിലേക്ക് ആദ്യം കയറാൻ പോയത് ഞാനാ. ഇതെല്ലാം പറയണമെന്ന് പറഞ്ഞ് നിജിമ്പ് സെറ്റപ്പിലും കൊണ്ട് ചെന്ന്. അപ്പൊ കേറിയപ്പോ തന്നെ പുള്ളി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വിളിച്ചു. അപ്പോഴേ എന്റെ അമ്മ പറഞ്ഞാൽ തിരിച്ചറിഞ്ഞു. പിന്നെ ഉമ്മയെ കയറ്റി വിട്ടിട്ട് വീഡിയോ ഓണാക്കി. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. പെട്ടെന്ന് കണ്ടപ്പോ സന്തോഷം കൊണ്ടുള്ള ഒരു അന്തം വിടല്. കാണാൻ പറ്റുമോന്ന് പോലും അറിയാൻ വയ്യ. നമ്മളവിടെ പോയപ്പോ കണ്ടപ്പോഴത്തേക്ക് പിന്നെ ആ ഒരു അന്തം വിടല്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഉള്ള ഒരു നിപ്പ് കുറച്ചു നേരം ഞാൻ നിന്ന്. പിന്നെ എനിക്ക് അത് ഇതായി. എന്നാലും പിന്നെ അങ്ങനെ ലാലേട്ടനെ കണ്ട ലാലേട്ടന്റെ സ്നേഹവും അത്ര നല്ലൊരു അമ്മ. ആ അമ്മ വളർത്തിയ മകൻ അങ്ങനെ തന്നെയാണ്. ആളുകൾ പുറത്തുള്ളവർ എന്ത് പറഞ്ഞാലും ശരി തന്നെ ആ മനുഷ്യൻ അങ്ങനെ ആവാനേ പറ്റത്തുള്ളൂ. അത്ര നല്ല സ്നേഹം നമ്മൾ അത് അനുഭവിച്ചറിഞ്ഞതാ. അപ്പോഴ് ലാലേട്ടനെ കുറിച്ച് വീഡിയോ അവര് പറഞ്ഞു. ഇപ്പം നമ്മുടെ അവരൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന കാര്യം സംസാരിക്കണം ഏഷ്യാറ്റെ ഇന്ന കാര്യം സംസാരിക്കണം അല്ലെ വീഡിയോ ഒരെണ്ണെടുത്തിട്ട് എന്നൊക്കെ അവര് പറയുന്നില്ല. ലാലേട്ടനായിട്ടുള്ള ഇങ്ങനത്തെ വീഡിയോ ഞാൻ ആരുടെയും കണ്ടിട്ടില്ല. എന്റെ ജീവിതത്തിൽ ആരുടെയും കണ്ടിട്ടില്ല. അവർ കുറച്ചേരം സംസാരിക്കും. ലാലേട്ടൻ ഇങ്ങനെ എയർപോർട്ടിൽ കൂടെ പോകുന്നു അല്ലെ വണ്ടി കയറി പോകുന്നു ആയി മോനെ എന്ന് പറഞ്ഞു പോകുന്നു അല്ലെ കുറച്ചേരം സംസാരിക്കുന്ന സംഭവം കണ്ടിട്ടില്ല. അത് നമ്മുടെ കൂടെ നിന്നിട്ടാണ് ഞാൻ കാണുന്നത്. അത് വീഡിയോ ഓണാക്കി ഞാനാണ് ആക്കിയത്. കാര്യം ലാലേട്ടൻ ഉറപ്പായിട്ട് നമ്മുടെ നല്ലവരായിരിക്കും പെരുമാറുന്നതെന്ന് എനിക്ക് തോന്നി ആദ്യം എന്നെ വിളിച്ചപ്പോൾ തന്നെ. കാര്യം അവരും പറയുന്നുണ്ടായിരുന്നു നിങ്ങളെ തിരക്കിയിരിക്കുകയാണ്, നിങ്ങളെ നോക്കുന്നുണ്ട്, നിങ്ങളെ പുറത്തിരുത്തല്ലെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അപ്പൊ ഞാൻ വീഡിയോ ഓൺ ആക്കിക്കൊണ്ട് തന്നെ കയറിയത്. എന്നിട്ട് മറ്റേ അഞ്ജന ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു. ഞാൻ പറഞ്ഞു കട്ടാക്കല്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആ വീഡിയോ കിട്ടിയത്. പിന്നെ ഏഷ്യാനെറ്റിന്റെ ആൾക്കാരും നമ്മൾ അവിടെ ചെന്നപ്പം ഏഷ്യാനെറ്റിന്റെ ആൾക്കാരും നല്ല സ്വീകരണമായിരുന്നു. അതുപോലെ ബിഗ് ബോസിന്റെ ടീമും എല്ലാവരും നമ്മൾ മനസ്സ് നിറഞ്ഞാ അവിടെ നിന്ന് തിരിച്ചു വന്നു. അടുത്തവണ ബിഗ് ബോസ് വിളിച്ചാ പോവോ? തീർച്ചയായിട്ടും പോവും. എങ്ങനെയായിരിക്കും ഇപ്പം ഉമ്മ അകത്ത് പോയാൽ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ ഇവിടെ നിന്നിട്ട് റിവ്യൂ പറയും? ഞാൻ അതിന്റെ ഉള്ളിൽ പോയി തെറ്റ് കാണിച്ചാൽ ഉറപ്പായിട്ടും പറയണം. നിങ്ങൾ അത് ഉറപ്പായിട്ടും പറയണ്ടേ? PR കൊടുക്കോ പോകുമ്പോ? PR കൊടുക്കാൻ നമുക്ക് കാശുമില്ല, നമ്മൾ കൊടുക്കത്തില്ല. ജനങ്ങള് PR കൊടുത്തിട്ടും കാര്യമില്ല. നമ്മൾ അതിനകത്ത് ചെന്ന് ഓരോ ദിവസവും ചെയ്യുന്നത് എന്താണെന്ന് ജനങ്ങള് നോക്കി കണ്ടിട്ട് ജനങ്ങളുടെ സ്നേഹമാണ് നമുക്ക് വോട്ടായിട്ട് അവിടെ വരുന്നത്. ഇപ്പൊ നമ്മൾ ഇതിരുന്ന് വീട്ടിൽ ഇരുന്ന് ചെയ്തപ്പോ ഇത്രയും ജനങ്ങള് നമ്മളെ കൂടെ ഉണ്ടായിട്ടാണ് നമ്മൾ അവിടെ ഏഷ്യാനെറ്റിന്റെ അവിടെ പോവാനും ലാലേട്ടനെ കാണാനും ഒക്കെ പറ്റിയത് അല്ലേ? ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഇവര് എന്തായി തീരണം എന്ന്. ജനങ്ങൾ അല്ലാതെ PR-ഓ പണമോ കൊണ്ട് ഒന്നും നേടാൻ പണം ഉള്ളവർക്ക് പോകാൻ പറ്റിയില്ലല്ലോ. ഒരു പണവും ഇല്ലാത്ത ഞാനല്ലേ അവിടെ പോയത്. അത് തന്നെ വലിയ കാര്യം. അത് തന്നെ വലിയ കാര്യം. അപ്പൊ അവിടെ ചെന്നിട്ടേ ഇപ്പം ഇത്രയും ദിവസം ഉള്ളതിൽ കുറെ 21 പേരുണ്ടായിരുന്നു. ഉമ്മ ഇപ്പൊ ഏകദേശം 40ാമത്തെ എപ്പിസോഡ് തൊട്ട റിവ്യൂ ഞങ്ങൾ കണ്ടു തുടങ്ങിയത്. അതിനു മുമ്പ് കാണുന്നുണ്ടായിരുന്നു. ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ചെയ്യുന്നത് അല്ല അതിനു മുമ്പ് കാണുന്നില്ലായിരുന്നു. കാണുന്നുണ്ടായിരുന്നില്ല എപ്പിസോഡ്. എല്ലാ സീസണും ഞാൻ മുടങ്ങാതെ. അപ്പം ഈ സീസണില് ഉമ്മക്ക് അനുമോളെ കൂടാതെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഔട്ടായി പോയിട്ടുണ്ടോ? അനീഷിനെയാണ് കൂടുതൽ ഇഷ്ടം. എന്നാലും ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഔട്ടായി പോയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കൊച്ചായിരുന്നു ജിസേല് പോയപ്പോഴത്തേക്ക് എനിക്ക് വിഷമമായി. കാരണം ജിസേലിനും അതിനകത്ത് ഒരു ആരെന്തൊക്കെ പറഞ്ഞാലും ജിസേലിനും അതിനകത്ത് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ നിന്നപ്പം പോയപ്പോഴത്തേക്ക് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തർ പോകുമ്പോഴും നമുക്ക് മനസ്സിന് വിഷമമുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ആളുകൾ കൊടുക്കുന്ന വോട്ടിന്റെ ഇതിലല്ലേ ആളുകൾ പോകുന്നതും. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ ലാലേട്ടന് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ജിസേലിന്റെ മലയാളമൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നോ? ജിസേല് മലയാളം സംസാരിക്കാറുണ്ടായിരുന്നു. മനസ്സിലാവും. ജിസേല് പറയുന്ന മലയാളം മനസ്സിലാവുന്നു. അപ്പൊ ഇനിയിപ്പം ഇപ്പം നിലവിലുള്ള 7 പേരുണ്ട്. അതിൽ ആര് മുന്നോട്ട് വന്നാൽ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ആര് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? അനീഷ് ജയിക്കാനാണ് സാധ്യത. അതില് കാര്യം എന്ന് വെച്ചാൽ വന്ന അന്ന് തൊട്ട് വെറുപ്പീരാന്നേലും ചൊറിയാന്നേലും നല്ലതാന്നേലും മോശമാന്നേലും എല്ലാം പുള്ളി അതേ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് ഇപ്പോഴും. അതേപോലെ എന്തോ ലേഡീസിനെയൊക്കെ അങ്ങ് എടി പൊടി അത്രയ്ക്ക് ഒരു ഇതില്ല. ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നൊരു മൈൻഡ് ഇല്ല. എങ്കിൽ ഒരു തമാശ രൂപയാണ് കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുക്കുന്നുമുണ്ട്. ഗെയിമൊക്കെ അത്യാവശ്യം കളിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള ആളുകളും കാണുമല്ലോ. ബുദ്ധി സ്കൂളിൽ അധ്യാപകനൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഇതായിരിക്കും. വലിയ ചാട്ടം കാണൂല. പുള്ളി കപ്പടിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അതേ ഫൈനൽ 5 വരുന്നത് അനീഷ് വരും, അനുമോള് വരും, ഷാനവാസ് വരും, പിന്നെ
അതിലെ പോകുമെന്തോ പിന്നെ നൂറ ഓൾറെഡി ഉണ്ടല്ലോ. പിന്നെ ഡൗട്ടാണ്. അതിൽ ഒരാൾ ആരാണെന്നുള്ളത്. 3 പേരെ ഉള്ള ഉറപ്പ്. ഏതാ ഈ അനുമോള്, ഷാനവാസ്, അനീഷേ ഉള്ള ഉറപ്പ്. പിന്നെ നൂറ് ഓൾറെഡി അതിലുണ്ട്. അപ്പൊ 4 പേര്. ഇനിയിപ്പോ ഒരാൾ കൂടെ ഒരാളല്ല, ഒരാൾ കാണും. ഒരാൾ ആരാന്നറിയത്തില്ല. അല്ലെങ്കിൽ ഈ ഞാൻ പറയുന്നത് കണക്ക് ഇനിയിപ്പോ അത് ഞെർക്കിട്ടെടുക്കേണ്ടി വരും. അല്ല ഇപ്പൊ പണപ്പെട്ടിയുടെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പണമഴയുടെ ടാസ്ക്. ഇപ്പം ആദില പ്രതീക്ഷ പണപ്പെട്ടി എടുത്തിട്ട് പോകാമെന്നുള്ളതായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ അത് നടന്നില്ല. പോയതിനു ശേഷമാണ് അതിലെ വൈൽഡ് ആയി. എനിക്കൊന്ന് അതുകൊണ്ടാണോ വയലന്റ് ആയത്? അന്നോട്ടാണ് വയലന്റ് ആയത്. അതുവരെ അനുവിന്റെ കൂടെ ഇരുന്ന കാര്യം ഇവർക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി അനുവിന്റെ കൂടെ കുറച്ചിരുന്നു. അങ്ങനെ തോന്നിയോ? അവർക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് 100% അനുവിന് സപ്പോർട്ടാന്ന് അവർക്ക് മനസ്സിലായി. അനു ഇത്രയും കാണിച്ചിട്ടും കുറ്റം പറഞ്ഞിട്ട് അനു പിന്നെ അവിടെ നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് അനുവിന് സപ്പോർട്ടുണ്ട്. നെവിന് സപ്പോർട്ട് ഭയങ്കരമാണെന്ന് വിചാരിച്ചിരിക്കും അകത്ത്. കാര്യം നെവിനും അവിടെ നിൽക്കുമല്ലേ ഇത്രയും പ്രശ്നം കാണിച്ചിട്ട്. അപ്പൊ ഇവർക്കൊക്കെ സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ട് അനുവിന്റെ ഇടവമ്പലെടുത്ത് 100 അത്ര പ്രശ്നമില്ല. അതിലെ കൂടെ ഇരിക്കുന്ന അപ്പോഴാണെങ്കിലും അറിയാം. അതിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയും തിരിച്ചും പറയും. ആദ്യം മുതലേ ഉള്ളതിലേ ഇവിടെ കേൾക്കുന്നതായാലും മറ്റടുത്ത് പോകുമ്പോ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു, അവിടെ അവരിങ്ങനെ പറഞ്ഞായിരുന്നു എന്നുള്ള രീതിയിൽ പറയും. മറ്റേ അപ്പൊ അതിലേക്കും കുറച്ച് നൂറയ്ക്കും കുറച്ച് കുത്തിത്തിരിപ്പുണ്ടെന്നാണോ? അല്ല, 100 അതിലൂടെ കൂടെ നിൽക്കും. അതിലെന്ത് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന അതിന് ഇന്നലെ തന്നെ അതിലെ അനുമോളെ പറഞ്ഞതിന് ശേഷം ഈ എന്തുവാ പിന്നെ അതിൽ എന്നിട്ട് ഓരോ 100 എടുത്ത് പറയുമ്പോൾ 100 കൂടെ ബൂസ്റ്റായി വരുമായിരുന്നു. കാര്യം അതിന്റെ കൂടെ വഴക്കിനനുസരിച്ച് അതിലെ പിന്നെ ഒരുപാട് മോശമായ സംസാരങ്ങൾ ഇന്നലെ സംസാരിച്ചു. ഒരുപാട് മോശമായ സംസാരങ്ങൾ ഒരു കൂതറ സെറ്റപ്പിൽ ഇന്നലെ സംസാരിച്ചു. ഇത്രയും നാള് നിന്ന് അതിലല്ല ഇന്നലെ അവിടെ. ചിലപ്പോ ആ പണപ്പെട്ടി കിട്ടാത്തതിന്റെ ഒരു വിഷമത്തിലായിരിക്കും. അങ്ങനെ ആയിരിക്കും. പണപ്പെട്ടിയാണല്ലോ വരാറ്. ചിലപ്പോ ഇനി അനുവങ്ങാണം കയറി പോകുമെന്നുള്ള ബോധം ഉണ്ടായത് കൊണ്ട് എങ്ങനെയെങ്കിലും ആക്കിയിട്ട് ഇവർക്ക് 2 പേർക്കും കൂടെ കയറിയാലോ എന്നുള്ള ഇതുകൊണ്ടാണോ എന്ന് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ 5 വരെയും വലിയ കാര്യമാണ്. അവർ രണ്ടുപേരും ആദ്യം മുതൽ മത്സരിക്കാൻ പോയിട്ട് ഫൈനൽ 5 എന്ന് പറയാൻ എത്ര പേര് പോയില്ലേ. അപ്പൊ സാധാരണക്കാരിലും മുകളിലാണ് അവരെന്ന് അവർ തെളിയിച്ചു. തീർച്ചയായിട്ടും. അല്ല, അവരവിടെ 50 ദിവസത്തിന്റെ മേലെ നിന്നപ്പോ തന്നെ അവര് വിന്നേഴ്സ് ആയി കഴിഞ്ഞു. അല്ല, അവര് മെച്ചമാണ്, അടിപൊളിയാണ്. അല്ല, അതുകൊണ്ടല്ലേ ഇത്ര ദിവസം നിന്ന്. അത് തന്നെ ഈ ആദില നൂറേനെ കമ്പയർ ചെയ്യുമ്പോ ഇതിൽ ആരുടെ ഗെയിമാ കൂടുതൽ ഇഷ്ടം? ആദിലയുടെ ആണോ നൂറയുടെ ആണോ ഗെയിം? നൂറയാണെന്ന് തോന്നുന്നു. എല്ലാത്തിലും കളിക്കുന്ന ഈ ടിക്കറ്റ് പിന്നാലായാലും എല്ലാത്തിലും ഗെയിം നല്ല ഇതെടുക്കുന്നത് നൂറയാണ്. ഈ ആദില നൂറയിൽ ഫൈനൽ വന്നാല് ഇതിൽ ആരുടെ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്? അവർ രണ്ടുപേരും കൂടെ വന്നാലോ? അത് അവർ രണ്ടുപേരിൽ ആര് വിജയിച്ചാലും അവർക്ക് നല്ലതല്ലേ. പക്ഷെ എന്നാലും ആര് ജയിക്കണം നൂറയാണ് എന്റെ ആഗ്രഹം പറയുകയാണെങ്കിൽ. നൂറ ജയിച്ചാൽ കൊള്ളാവുന്നുണ്ടല്ലേ? നൂറ ഇന്നലത്തെ കുറച്ച് സംസാരം ഒഴിച്ചാൽ ഇതുവരെ വലിയ മോശമായിട്ട് ഈ തുടക്കം മുതൽ ഇതുവരെയും നൂറ വലിയ കുഴപ്പമില്ല. ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നൂറ ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ടുണ്ട്. പക്ഷെ തെറി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ആദില നൂറയില് നൂറ ജയിച്ചാൽ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നത് അല്ലെ? ഈ ഒരിടയ്ക്ക് ഇത്തരം കപ്പിൾസുകളെ, ഇപ്പൊ ഗേ കപ്പിൾസിനെ ഒന്നും ലെസ്ബിയൻ കപ്പിൾസിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള ന്യൂസസ് ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പല സംസാരവും, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ എന്നുള്ളത്. അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഒരു ഗേ കപ്പിളിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അതോ അവരോടുള്ള ഒരു സമീപനം എങ്ങനെയാണ്? അല്ല, എല്ലാവർക്കും അവസരം കൊടുക്കണമല്ലോ. എല്ലാവരും മനുഷ്യരല്ലേ. ഇത് ഷോ അല്ലേ, പബ്ലിക് ആയിട്ടുള്ള ഷോ അല്ലേ. എല്ലാ ജാതിക്കാരും എല്ലാ രീതിയിലുള്ള വ്യക്തികൾ ഇത് വോട്ട് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പൊ എല്ലാ രീതിയിലുള്ളവർക്കും മത്സരിക്കാനും പറ്റും. അവർ കൊള്ളത്തില്ലെങ്കിൽ അവർ ആദ്യമേ ഔട്ടായി പോകും. അല്ല, ഔട്ടാവുന്നല്ല, അവർക്കൊരു അവരോടൊരു മാറ്റി നിർത്തൽ എപ്പോഴും ഉണ്ടായിരുന്നു. അല്ല, പക്ഷേ ഇപ്പൊ സ്പേസ് കൊടുത്തു തുടങ്ങി. ഇതുപോലെ തന്നെ മുന്നോട്ട് കൊടുക്കണം. അവർക്കും കൊടുക്കണമല്ലോ അവസരങ്ങൾ. ആഗ്രഹങ്ങൾ എല്ലാവർക്കും കാണുമല്ലോ. അവരിങ്ങനെ ആയി പോയതുകൊണ്ട് എനിക്കിപ്പോ ഈ അവസരം നിഷേധിച്ചെന്ന് വരത്തില്ലല്ലോ. ഉമ്മ ഇങ്ങനെ വൈറലായി കഴിഞ്ഞിട്ടേ കൂടുതൽ സുഹൃത്തുക്കളും മക്കളും ഒക്കെ എന്ത് പറഞ്ഞു? എല്ലാരും പറയുന്നു. പിന്നെ പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ കടയിൽ ഇരിക്കുമ്പോ ഏത് സമയവും വരുന്നു, കാണാനായിട്ട് വരുന്നു, സെൽഫി എടുക്കാൻ വരാറുണ്ട്. അങ്ങനെ കാണാൻ വരുന്നുണ്ട്. അതൊരു സന്തോഷം. പിന്നെ സെൽഫി എടുപ്പേ ഉള്ളു. പിന്നെ നമ്മള് കടയിലിരിക്കുമല്ലേ, കടയിലാവുമ്പോഴത്തേക്ക് എല്ലാവർക്കും വരാനും കാണാനും. എപ്പോഴായാലും കടയിൽ 2-ൽ 1 എപ്പോഴായാലും കടയിൽ കാണും. അവൻ വീട്ടിലാണെങ്കിൽ ഞാൻ കടയിൽ കാണും, ഞാൻ വീട്ടിലാണെങ്കിൽ അവൻ കടയിൽ കാണും. മാറിയും തിരിഞ്ഞും 2 പേരും കടയിൽ ഇരിക്കും. ഞങ്ങൾ ഒരുമിച്ചേ ഉള്ളു. ഇല്ലാത്ത മോനെ എപ്പോഴും കുറ്റം പറയും. അത്യാവശ്യത്തിനൊക്കെ കുറ്റം പറയും. ഭയങ്കര ഉഴപ്പാണോ? ഉഴപ്പൊക്കെ ഇച്ചിരി ഉണ്ട്. ഇച്ചിരി നല്ലോണം ഉണ്ട്. സത്യത്തിൽ സത്യമായി നല്ലോണം ഉണ്ട്. ഗൾഫില് നല്ല 1-ാം തരം ജോലിയും ചെയ്തോണ്ടിരുന്നതാ. സ്പോർട്സുകാരനാ, വോളിബോൾ പ്ലെയറാ.
അപ്പോഴ് ഗൾഫിലൊക്കെ നല്ല ജോലിയും ചെയ്തോണ്ടിരുന്ന സത്യത്തിൽ ഇതൊക്കെ ചെയ്ത് ഈ ബിഗ് ബോസിലൊക്കെ പോകാൻ എനിക്കായിരുന്നു ആഗ്രഹം. ഞാൻ ഈ രജിസ്ട്രാറിന്റെ സീസണില്ലേ, ആ സീസൺ മുതൽ ലാലേട്ടനും ഏഷ്യാനെറ്റിനും ഒക്കെ സ്ഥിരം ഈ വർഷം വരെ അയച്ചിട്ടുണ്ട്. ഞാൻ അന്ന് അവിടെ പോയപ്പോ അവരത് പറഞ്ഞു. മെസ്സേജ് അയക്കുമായിരുന്നോ? കാര്യം നമുക്കത് അറിയത്തില്ലല്ലോ, ഇവര് കാണുമെന്നുള്ളതൊന്നും അറിയത്തില്ലല്ലോ. എന്താ മെസ്സേജ് അയച്ചോണ്ടിരുന്നേ? എനിക്കൊരു ചാൻസ് തരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോയും വീഡിയോയും ഇപ്പൊ ഇത്തവണയും 3 മിനിറ്റുള്ള വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കും. കാര്യം ഞാൻ അവിടെ ചെന്നപ്പോ അവരടുത്ത് പറഞ്ഞു, ഞാൻ ഏഷ്യാനെറ്റിന് അയച്ചിട്ടുണ്ട്, ലാലേട്ടനെ അയച്ചിട്ടുണ്ട്, സർഗോസ് സാറിന് അയച്ചു, എല്ലാവർക്കും. കാര്യം ഞാൻ ഇത് എല്ലാ വർഷവും അയച്ചിട്ടുണ്ട്, നിങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ കാണാം. പക്ഷെ ഇങ്ങനെ പോകാൻ പറ്റുമെന്ന് അറിഞ്ഞില്ല. കാര്യം നമുക്ക് അതിലേക്ക് എത്താനായിട്ട് ആരുമായിട്ട് ഒരു കോണ്ടാക്ട് ഒന്നും നമുക്കില്ല. അവരായിട്ട് ഇപ്പൊ ഇങ്ങോട്ട് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഇത് ചെയ്യേ അതിലേക്ക് എന്തോ ഇങ്ങനെ വിളിക്കുകയും ചെയ്തപ്പോ ഒരു ഇതായി. എന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് പറഞ്ഞൊന്നുമില്ല, അവരടുത്ത പ്രാവശ്യം ഓഡീഷന് വിളിക്കാന്നൊക്കെ പറഞ്ഞേക്കുന്നത്. അല്ലാതെ അപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ശരിക്കും അറിയാം. അല്ല, എല്ലാരും ഈ 2 പേര് അതിനകത്ത് വന്നിട്ടുണ്ടല്ലോ. അപ്പോഴത്തേക്ക് അവര് വിളിക്കാനൊരു ചാൻസ് ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച തന്നെ തിരിച്ചു വരും. ഞാനും ഇവനും കൂടെ അടി ഉണ്ടാക്കും. എന്നിട്ട് പരസ്പരം അടി ഉണ്ടാക്കിയിട്ട് ഒരാൾ പോരൂല്ലേ? ഉമ്മാനെ എന്തായാലും ജനങ്ങൾ വിളില്ല. അല്ല, അവന് അതൊക്കെ പറയുന്നില്ല. 24 മണിക്കൂർ കാണുമ്പോ അപ്പൊ തന്നെ വിട്ടോളൂ. നമ്മൾ ഈ ഇരുന്ന് ഓരോരുത്തരെയും നമ്മളത് അവർ കാണിക്കുന്ന കുറ്റങ്ങൾ പറഞ്ഞാല് നമ്മളെങ്ങനെയാന്നുള്ളത് നമുക്കറിയത്തില്ല, കാണുന്നവർക്കേ മനസ്സിലാവും. നമ്മളെ ആ വീടിന്റെ അകത്ത് കൊണ്ടിട്ട് എന്തെല്ലാം പറയുന്ന ആർക്കറിയാം. അതിന്റെ ഉള്ളിൽ നമ്മൾ ചെല്ലുമ്പോഴേ നമ്മളും മാറാം. അപ്പൊ അവര് പറയും, ഇവരല്ലേ ഇരുന്ന് കഴിഞ്ഞ സീസണിൽ കുറ്റം പറഞ്ഞു കേട്ട ആളുകൾ ഇത് 2 കണ്ടില്ല, ഇവരാണോ പറഞ്ഞത്? അല്ല, നോർമലി അങ്ങനെ പറയും. പെട്ടെന്നൊരു ദേഷ്യം വരുമ്പോ പക്ഷെ നമ്മൾ 2 കൂടെ പോണമെന്നുണ്ട്. സീസണിലെല്ലാരേ എന്താ ഭാര്യ ഭർത്താവ് അങ്ങനെ വന്നിട്ടുണ്ട്. SBI കപ്പിൾ വന്നു. മലയാളത്തിൽ ഭാര്യയും ഭർത്താവും വന്നു. ഫിറോസും എന്തോ ഫിറോസ് സൈന്യം വന്നു. അതേപോലെ ഇവ ലെസ്ബിയൻ കപ്പിൾ വന്നു. ചേട്ടത്തി അനിയത്തി അമൃത. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ടീമുകളും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഈ അച്ഛനും മകനും വന്നിട്ടില്ല, ഉമ്മയും മകനും വന്നിട്ടില്ല, അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും ചെറുപ്പം മുതലേ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അഭിനയം എന്ന് പറഞ്ഞ ചെറുപ്പം മുതലേ കുറെ സിനിമയ്ക്കും കൂട്ടത്തിലും അതും ഇതും പിന്നെ കുറെ സീരിയലിലും ഒക്കെ പോയി നല്ല ജോലി ഗൾഫിൽ ഉണ്ടായിട്ട് വേറെ സീരിയലിൽ നിന്നും പറഞ്ഞ് എടുത്ത് ചാടി അതും എടുത്ത് കളഞ്ഞിട്ട് വന്ന ഈ നാട്ടിൽ നിന്നിട്ട് പിന്നെ പണ്ട് ടിക്ടോക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ കുറച്ച് കയറി പോയ പിന്നെ കുറെ നാൾ ചെയ്യാതിരുന്ന് പിന്നെ പുറത്ത് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. അന്ന് ഈ വീഡിയോ ചെയ്യുന്ന ഫുക്രു റാഫി അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പൊ ഞാനാണെങ്കിൽ അവിടുന്ന് ഈ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന സമയത്ത് നിരോധിച്ചു. അപ്പോഴത്തേക്കും ഇൻസ്റ്റയില് തുടങ്ങായിരുന്നല്ലോ. മീൻസ് അല്ല ടിക്ടോക്ക് ചെയ്യുന്ന പോലെ അന്ന് ചെയ്തില്ല. അല്ല, ഇത് ഉണ്ട്, റിവ്യൂ തൊട്ടാണ് നിങ്ങൾ കാണുന്നതെന്ന് പറയും. ഞാൻ റീൽസ് ചെയ്യലുണ്ട്, എല്ലാ ദിവസവും റീൽസ് ഇടാറുണ്ട്. ഈ റിവ്യൂ കാരണമാണ് ഈ കുറെ ചാനലുകാർ അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ ഓഡിയൻസ് പുറത്തെ രാജ്യങ്ങളിലേക്ക് പോകുന്നതും ഒക്കെ അങ്ങനെയാണ് വന്നത്. അല്ലാതെ നമ്മൾ റീൽസ് ചെയ്യുന്നുണ്ട്, ഇവിടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ഉമ്മയാണ് വൈറലാകാനായിട്ടുള്ള കാരണമായി തീർന്നത് അല്ലേ? അല്ല, അതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇതിൽ കാണുന്നത് ഉള്ളതുപോലെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് വൈറലാവുമെന്ന് ഉമ്മായി പറഞ്ഞില്ല, ഞാനും അറിഞ്ഞില്ല. ഇപ്പൊ അവിടെ 7 പേരുണ്ടല്ലോ. ഈ 7 പേർക്ക് ഉമ്മ ഓരോരുത്തർക്കും ഒരു ഉപദേശം കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെ കൊടുക്കും? ഇപ്പം ഷാനവാസ് ഉണ്ട്, ഷാനവാസിനോട് ഇപ്പൊ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഷാനവാസിനോട് പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് കളിച്ച് ഫൈനലിൽ കയറി ലാലേട്ടന്റെ കൈ പിടിക്കാൻ ഇടയാവണം. ഷാനവാസും അനീഷും കൈ പിടിച്ച് നിൽക്കണമെന്നാണ് എന്റെ ഏറ്റവും കൂടുതൽ ആഗ്രഹം. അവർ 2 പേരും നിൽക്കണമെന്നാണ്. ആരുടെയും പന്തിപക്ഷം പറയുന്നില്ല, പക്ഷെ അവർ 2 പേരും നിൽക്കണമെന്നാണ്. എന്നാലും അനീഷിനെ വിടൂല. ഷാനവാസ് ഒരു പറഞ്ഞായിരുന്നു, എന്റെ ഉമ്മ വന്ന് കൺഫെഷൻ റൂമിൽ സംസാരിച്ചു. എന്റെ ഉമ്മ എന്ന് പറയുന്നത് എനിക്ക് തോന്നി. അതിനുശേഷം എടികൂടി ഇല്ല. ഷാനവാസ് നന്നായാലും എനിക്ക് സന്തോഷമല്ലോ. കാരണം ഷാനവാസ് പെങ്ങന്മാരെല്ലാം നോക്കി കുടുംബം നോക്കി വന്ന ഒരാളായോണ്ട് രക്ഷപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ അനീഷിന്റെ തുടക്കം മുതൽ എനിക്ക് തുടക്കത്തിൽ അനീഷിന് ഈ ബിഗ് ബോസിലൂടെ അല്ലേ സത്യം പറഞ്ഞാൽ മുമ്പ് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പോയിട്ട് പൊക്കിക്കൊണ്ടുവരുന്നല്ലേ. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞില്ലേ 2 സീരിയലിൽ അഭിനയിച്ചത്, എന്നെ ആർക്കെങ്കിലും അറിയോ? ആർക്കും അറിയത്തില്ല. ബിഗ് ബോസിൽ പോവാന്നുണ്ടെങ്കിൽ ഇതെല്ലാം അവർ പൊക്കിക്കൊണ്ടുവരും. അപ്പൊ പറയും അവര് കണ്ട് ഇതെല്ലാം ചെയ്തിട്ടുള്ള ആളാണ്. അനീഷിനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഈ സംഭവത്തിലാണ്. ബാക്കി എല്ലാവർക്കും അത്യാവശ്യം ഒരു ഫേം ഉള്ളവരാണ്. അപ്പൊ പുള്ളി ഒരു സാധാരണക്കാരനാണ് എന്നാണ് എന്റെ ഒരു ഇതില്. ഇപ്പൊ ഒരുപാട് പേര് പറയും സാധാരണക്കാരന്റെ കാർഡ് ഇറക്കുന്നതെന്നൊക്കെ പറയും. പക്ഷെ എന്നാലും പുള്ളിയാണ് കൂട്ടത്തിൽ സാധാരണക്കാരൻ. സാധാരണ രീതിയിൽ വീട്ടിൽ അടങ്ങുന്ന രീതിയാണ്. ഞാനാണ് നിവിൻ എന്ന് വെക്കുക. ഞാനാണ് നിവിൻ. ഇപ്പൊ ഉമ്മ നിവിനെ കാണുകയാണ് അതിനകത്ത് വെച്ചിട്ട്. അപ്പൊ എന്തൊക്കെ പറയും? നിവിനാണെന്ന് കരുതി അങ്ങ് പറഞ്ഞു.
നിവിനാണെങ്കിൽ ഞാൻ പറയും ഒന്നാമതെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ എല്ലാരും കഴിക്കാൻ പോകുമ്പോൾ മാത്രമേ കഴിക്കാവൂ, അത് മാറ്റി വെക്കാൻ എന്റെ തീരാറായില്ല. ഒന്നാമത് ആദ്യം ഞാൻ പറയും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം നിവിൻ വലിയ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അതിൽ കുരുത്തക്കേടൊന്നും വലുതായിട്ട് കാണിക്കുന്നില്ല. ഇപ്പം ലാലേട്ടൻ വന്ന് വഴക്ക് പറഞ്ഞിട്ട് പോയിട്ട് കുറച്ച് നല്ല മര്യാദ, നല്ല ഇതായിട്ട് ഒരു കോട്ടും ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാനും പറ്റുന്നില്ല, ഒന്നിനും പറ്റാതെ അതിനകത്ത് ഒരു ട്രാക്കിളെ പോലെ വരെ വെക്കാം. കാരണം എന്ന് പറഞ്ഞാൽ നിവിൻ ഇപ്പം കുറച്ച് സൈലന്റ് ആയിട്ടുണ്ട്. പുള്ളി കാറിൽ കയറി ഇരുന്നിട്ട് കാറിന്റെ ടാസ്കിലും പെട്ടെന്ന് പുറത്തു പോയപ്പോ ഉമ്മ അതായിരുന്നു പറയുന്നത്, അവന് തിന്നാനുള്ള വാക്കായി. അതെ കേട്ടു. അല്ല അതങ്ങനെയെന്ന് പറഞ്ഞാൽ അവന്റെ രീതി അതായത് നമ്മൾ അങ്ങനെ പറയും. പക്ഷേ എന്ന് പറഞ്ഞാൽ അവന് വിശപ്പ് ചിലപ്പോൾ കൂടുതലായിരിക്കും. ചില ആൾക്കാർക്ക് വിശപ്പ് കൂടുതലുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ എല്ലാവർക്കും അതുപോലെ വിശപ്പില്ലേ? വേറൊരാളുടെ ഫുഡും കൂടെ കൂടിയിട്ടല്ലേ? പക്ഷേ അത് ന്യായമല്ല. ന്യായമല്ലാത്തത് കൊണ്ടാണ് ഞാൻ അത് പറയാൻ കാര്യം. അനീഷൊക്കെ ആണെങ്കിൽ എപ്പോഴെങ്കിലും കൊടുക്കുന്ന സമയത്ത് പോയി മേടിച്ച് കഴിക്കാനായിട്ട് അങ്ങനല്ല ചോദിച്ചത്. ഇതല്ല മോട്ടിച്ചെടുത്തോ ആപ്പിളിന്റെ പാതി എടുത്തെന്നോ ഈ പറയുന്ന അനുവൊക്കെ പാല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കട്ട് കുടിക്കുന്നുണ്ട്. അനുവൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ പാല് എപ്പോഴാ കട്ട് കുടിച്ചെന്ന് ചിലർ മെസ്സേജ് ഇട്ടവരുണ്ട്. പാല് കട്ട് കുടിച്ചല്ലോ, കവറോട് എടുത്ത് വായിലോട്ട് ഒഴിക്കുന്നത് ഇങ്ങനെ അങ്ങനെ കണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അല്ല അത് എല്ലാവർക്കും കൂടി ഉള്ളതല്ലേ. ഞാൻ നോക്കിയിട്ട് അത് എല്ലാരും കട്ട മുതൽ കുടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് കൊടുക്കുമ്പോഴേക്കും കഴിക്കും. ഇതിന്നിപ്പം ബിഗ് ബോസ് ഇറങ്ങിയിട്ട് അനീഷിനെ കാണണം എന്നൊരു ആഗ്രഹം പറഞ്ഞു, ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. എന്നെ കാണാൻ വന്നില്ലെങ്കിൽ എനിക്കത് ഭയങ്കര വിഷമാവും. പറഞ്ഞു അനീഷും ഷാനവാസും കാണാം, എല്ലാരും എനിക്ക് ഇഷ്ടമാ. പക്ഷെ ഒരാൾക്കൊരു മനസ്സിൽ കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർ കാണുമല്ലേ. അനീഷിനെയും ഷാനവാസിനെയും എനിക്ക് ഇഷ്ടമാ. പക്ഷേ അനീഷ് ഷാനവാസും കാണണമെന്ന് ആഗ്രഹമുണ്ട്. അനീഷ് എന്തായാലും പുറത്തിറങ്ങിയിട്ട് അറിയുവാണെങ്കിൽ എന്തായാലും എന്നെ ഒരു ഫോണെങ്കിലും വിളിക്കാതിരിക്കത്തില്ല. മനുഷ്യത്വം ഉള്ള ഒരാളാണെങ്കിൽ അനീഷിന് മനുഷ്യത്വം കൂടുതലാണ്. അപ്പോഴും എന്തായാലും ഒരു ഫോണെങ്കിലും വിളിക്കും. വിളിച്ചില്ലെങ്കിൽ അത് എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. തീർച്ചയായിട്ടും വിളിക്കട്ടെ, ഞങ്ങളും പറയാം, ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ അയച്ചു പറയാം. അങ്ങനെ വിചാരിക്കുന്നു. നമ്മക്കിപ്പോ അത്ഭുതം പോലെ അല്ലേ ലാലേട്ടനെ കാണാൻ പോയാൽ നമ്മൾ പ്രതീക്ഷിച്ച കാര്യമല്ലല്ലോ. പെട്ടെന്ന് പോവാനായിട്ട് ഒരു ഇതുണ്ടായി പോയി കണ്ടതാ. അതുപോലെ പിന്നെ എന്ന് പറഞ്ഞാൽ എന്നെ ഒന്നിനും ആരും വിളിച്ചില്ലെങ്കിൽ ഇവനെ വിളിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അഭിനയത്തിന് കഴിവുള്ളത് അവനിക്കാ. എനിക്ക് പിന്നെ ഒന്നും അറിഞ്ഞൂടെ, ഇങ്ങനെ കാണുന്നത് ഇങ്ങനെ പക്ഷെ ഉമ്മ പറയുന്നത് ഞങ്ങള് കേൾക്കുന്ന എന്താണെന്നറിയാമോ? അവര് ജീവിക്കാണ്. പക്ഷെ ഞങ്ങള് കേൾക്കുന്നത് എന്താണെന്നറിയാമോ? ഉമ്മ അഭിനയിക്കാൻ പോകും, ഡ്രൈവറായിട്ട് മോനെ കൊണ്ടുപോകുന്ന പറയുന്നത്. അത് നമ്മൾ പറയുന്നതല്ലേ. ഇതിന്റെ എല്ലാം ഫണ്ട് ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് തുടക്കവും ഒടുക്കവും ഞാനാണ് പറഞ്ഞത്. ലാസ്റ്റ് ഞാൻ പറയുമ്പോ എന്നെ ഡ്രൈവറായിട്ട് ഉണ്ടെന്ന് അത് പറയാം. അല്ലെങ്കിൽ ലാസ്റ്റ് ഇപ്പൊ പറയുമ്പോ ബ്രോസ്റ്റഡ് ഉണ്ടാണ് ഒരു പീസ്. ശരിക്കും അതുണ്ടോ? അങ്ങനെ കൊണ്ടു തരുമോ എല്ലാ ദിവസവും? ഞങ്ങളൊക്കെ ചുമ്മാ ഒരു കവറായിട്ട് ആർക്കാ ബ്രോസ്റ്റഡ് കൂടുതൽ ഇഷ്ടം? ഇല്ല, കഴിക്കില്ല. സ്വന്തമായിട്ട് കഴിക്കുന്നതാ. പക്ഷെ എനിക്കതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്യുന്നൊന്നും കഴിക്കത്തില്ല. കൊളസ്ട്രോൾ ഒക്കെ ഉള്ളതുകൊണ്ട് കഴിക്കുന്നില്ല. മോനോട് പറഞ്ഞെടുക്കും, ഇങ്ങനെ ഡെയിലി കഴിച്ച കൊളസ്ട്രോൾ വരില്ലേ? അപ്പം ദോശ ഇഡലി ഒന്നും നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരാരും അവന് വേണ്ട. പുതിയ മരുമോളൊക്കെ വരാൻ പോവാന്ന് ഞങ്ങൾ അറിഞ്ഞു. മരുമോള് വരില്ലേ? അപ്പൊ വെയിറ്റ് ചെയ്യണം മരുമോള് വരാൻ വേണ്ടിട്ട്. 6 മാസം. മരുമോൾക്ക് ഇപ്പൊ വിളിക്കുകയൊക്കെ ചെയ്യല്ലോ. അപ്പൊ ഇത് കണ്ടിട്ട് എന്താ പറയുന്നത്? പുലിമടയിലേക്കാണ് ചെല്ലുന്നതെന്ന് പറഞ്ഞ. അപ്പം ആ കുട്ടി പറഞ്ഞ അത് സാരമില്ല, എനിക്ക് അതുപോലുള്ള ഒരു പുലിമടയാ ഇഷ്ടമെന്നാ പറഞ്ഞു. അവര് നോർമലി സാധാരണക്കാരാ. നമ്മള് എന്ന് പറഞ്ഞാൽ വലിയ കൊമ്പൊന്നും നോക്കിയല്ല പോയി പിടിച്ചത്. സാധാരണക്കാര് നമ്മളെ പോലെ സാധാരണക്കാരാ. നമുക്കൊത്ത് നമ്മളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവും എന്ന് ഉറപ്പുള്ള ഒരു കൊച്ചാണ്. അടുത്ത വർഷം നിങ്ങൾ 3 ആളും കൂടി ഇരുന്ന് റിവ്യൂ ചെയ്യുമെന്ന് തോന്നുന്നു. അടുത്ത വർഷം ഇവർ രണ്ടുപേരും, ഞാൻ ചിലപ്പോൾ അടിപൊളി ആയിക്കോട്ടെ. ഞാൻ പോകുന്നുണ്ടെങ്കിൽ ഇവരെ റിവ്യൂ എനിക്ക് എടുക്കാൻ അറിഞ്ഞൂടാ. എനിക്ക് ഇതിന്റെ ഷൂട്ടും കാര്യങ്ങളും ഓഡീഷൻ എന്നെ വിളിച്ചാലും ഓഡീഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓഡീഷനെ വിളിക്കണേന്ന് അഞ്ജന ചേച്ചി എടുത്ത് വരുത്ത്. അപ്പൊ എല്ലാരും പറഞ്ഞു ഓഡീഷന് വിളിക്കാന്നാണ്. അപ്പൊ ഓഡീഷൻ എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ചെയ്യും. എന്നിട്ട് അവിടെ പോയതിനു ശേഷം ഉമ്മ റിവ്യൂ ഇടണം. ഉമ്മ വന്നില്ലെന്നുണ്ടെങ്കിൽ കൂടെ ഉമ്മ ഇടണം. ഉമ്മ വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ഏർപ്പാടാക്കിയിട്ട് പോകും. അത് കസിൻസിനെ ആരെങ്കിലും ഏർപ്പാടാക്കി. കാര്യം എന്ന് വെച്ചാൽ
പുറത്തൊരു PR ചെയ്യുന്നതിനെക്കാട്ടി സ്വന്തം ഉമ്മാന്റെ ഇരുന്ന് പറയുന്നതിന് മെച്ചം. ഒന്നാമത്തെ കാര്യം ഓൾറെഡി ഇപ്പൊ അറിയാലോ. പക്ഷെ നെഗറ്റീവ് കണ്ടപ്പോ അറിയില്ലേ? എന്നെ കുറ്റം പറയണം, തീർച്ചയായിട്ടും പറയും. അങ്ങനെ പറയാതെ എന്നുവെച്ചാ ഷോ കണ്ട ആദ്യത്തെ ദിവസം മുതല് ഇത് ഇങ്ങനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കണം. ഞാൻ ഉണ്ടെങ്കിൽ എന്നെയും പറയണം. ഇത് എന്റെ മകനാണ്. ഷാനവാസിനെ വേറെ ഒരു ഉമ്മ പ്രസവിച്ചതാണ്. എന്നാലും മക്കളെല്ലാം ഒന്നുപോലെ തന്നെയാണ്. തീർച്ചയായിട്ടും അല്ലേ? ഇപ്പം ഷാനവാസിനെ കാണുമ്പോ അത് വേറെ ഒരാളാണ്, നമുക്ക് അവരെ സ്നേഹിച്ചുകൂടെ? അങ്ങനെ ഇല്ല. നമുക്ക് എത്ര പേരെ വേണമെങ്കിലും സ്നേഹിക്കാം. അത് നമ്മുടെ മക്കളായാലും വേറെ ഒരു തള്ള പ്രസവിച്ച മക്കളായാലും എല്ലാം നമ്മുടെ മക്കളെ പോലെയാണ്. അപ്പോഴത്തേക്ക് അങ്ങനെ തന്നെയാ കാണുന്നത്. ഷാനവാസും അത് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഷാനവാസ് കുറച്ചെങ്കിലും നന്നാവട്ടെന്ന് പറഞ്ഞ അന്ന് പോയപ്പോ ഞാൻ ഇത് പറയാൻ കാര്യം കേട്ടിട്ട് ഒരിച്ചിരി ശരിക്കും ഇതൊക്കെ പറയാനായിട്ടുള്ള ഒരു ഒരു ഫ്രീഡം അവിടെ കിട്ടുമ്പോ ഭയങ്കര സന്തോഷായില്ലേ? ഇപ്പം നിങ്ങൾ പോയിട്ട് അവിടെ പറയാന്ന് എന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ജസ്റ്റ് ഇരുത്തി അവര് പറഞ്ഞു നിങ്ങളായിരിക്കും ഏറ്റവും മുമ്പിൽ ഇരുത്തുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ചാൽ ഓക്കെ മുമ്പിലായിരിക്കും. ഈ ലാലേട്ടനുമായിട്ടുള്ള സംഭവം അല്ലാതെ എപ്പിസോഡിൽ ചോദിക്കുന്നുള്ളതൊന്നും അവർ പറഞ്ഞു. അവിടെ ചെന്നപ്പോഴത്തേക്കും അവര് നമ്മളവിടെ കൊണ്ടിരുത്തുവാണ് കാര്യം ഇങ്ങനെ. എന്നിട്ട് ഇടയ്ക്ക് പറയുന്നുണ്ട് നിങ്ങളുടെ വീഡിയോ ഒക്കെ ഇന്നലെ ഇരുന്ന് ലാലേട്ടൻ കണ്ടു, ഭയങ്കര ഇഷ്ടമായി ലാലേട്ടൻ. അപ്പോഴത്തേക്കും ഞാൻ ഇത് ഒരു അല്ല എന്റെ ഒരു സ്വപ്നമാണോ ഒറിജിനൽ ആണോ എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയില്ലായിരുന്നു. അതല്ല എന്റെ മൈൻഡിൽ ഞാൻ ഈ തള്ളുന്ന എന്ന് പറഞ്ഞുള്ള രീതിയിലാണ് ഞാൻ ഇത് ചുമ്മാ പറയുന്നതാണ്, സത്യം ചുമ്മാ പറയുന്നതാണെന്നാണ് വിചാരിച്ചത്. ലാലേട്ടൻ എന്റെ വീഡിയോ കണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ വലിയ ഇതില്ലായിരുന്നു. അപ്പൊ കുറെ കഴിഞ്ഞിട്ടും നമുക്ക് ഷോയ്ക്ക് കയറി കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കില്ല. അപ്പൊ ലാലേട്ടന്റെ ഷർട്ട് ഇങ്ങനെ അന്നിട്ട ഷർട്ട് ഇവിടെ കൊണ്ട് ഇങ്ങനെ ആങ്കർ ഇട്ടിട്ട് എന്റെ അടുത്ത് മറ്റേ ഡിജിറ്റലിന്റെ ഹെഡ് രാജേഷ് ഷർട്ട് എടുത്ത് പറഞ്ഞ് സർജു ഇത് ലാലേട്ടൻ ഇടാനുള്ള ഷർട്ടാണ്. അപ്പൊ എനിക്കത് കണ്ടപ്പോഴത്തേക്കും പിന്നെ ഒരു ലാലേട്ടന്റെ ഷർട്ട് എത്തിയപ്പോഴത്തേക്കും ഉടനെ ലാലേട്ടൻ എത്താൻ ചാൻസ്. അപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു ചേട്ടാ ലാലേട്ടൻ വന്നില്ലേന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു സർജു പുറത്ത് വണ്ടി കിടക്കുന്നുണ്ടല്ലേ അതിന്റെ തിരുപ്പുണ്ട് ലാലേട്ടൻ എന്ന് പറഞ്ഞു. ഞാൻ എനിക്കൊന്ന് പോയി കാണാമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പുറത്ത് നിന്നപ്പം രാജേഷേട്ടൻ കയറിയിട്ട് അകത്ത് കയറിയിട്ട് പറഞ്ഞ് ലാലേട്ടൻ ഫുഡ് കഴിക്കാണ്. ഒരു 5 മിനിറ്റ് ഞാൻ 5, 10, 15 എത്ര മിനിറ്റ് വേണം, ഭയങ്കര വെയില്. അപ്പൊ എന്നിട്ട് ഞാൻ അമ്മടുത്ത് പറയുന്നു ഓ ചുമ്മാ കാണലെന്ന് നടക്കുന്ന കാര്യമില്ല, അതിൻ്റെ അകത്ത് മൊത്തം ആളാന്ന് തോന്നുന്നുള്ള രീതിയിൽ. അങ്ങനെ പുള്ളി ഒരു 5 മിനിറ്റ് തന്നെ ഫുഡ് കഴിച്ചിട്ട് പാപ അവരെ നിർത്തണ്ടെന്ന് പറഞ്ഞാണ് നമ്മളെ വിളിച്ചത്. അതല്ല ഇത്രയും തിരക്കുള്ള ഒരു മനുഷ്യൻ ഞങ്ങളെ കൂടെ നിന്ന് ആ സംസാരിക്കാനൊക്കെ കാണിക്കുന്ന ആ ഒരു മനസ്സ്. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ നമ്മൾ ഈ കാരവാനിൽ കയറി ഇത്രയും വലിയ സംഭവം നടന്നതിന് ശേഷം ഒരിക്കലും എപ്പിസോഡിലേക്ക് ഇത് വരില്ല എന്ന് കാര്യം. ഞങ്ങൾ അവിടുന്ന് നേരെ സ്റ്റേജിൽ വന്നപ്പോഴത്തേക്ക് ലാലേട്ടൻ അവിടെ മുമ്പിലെത്തി വേറെ ഡ്രസ്സിൽ. കാരവാനിൽ നിന്നല്ല വേറെ കോസ്റ്റ്യൂമിൽ അവിടെ മുമ്പിലെത്തി. ഭയങ്കര ഫാസ്റ്റ് ആണ് കേട്ടോ പുള്ളി, ഭയങ്കര ഫാസ്റ്റ് എന്ന് വെച്ചാൽ ലാലേട്ടൻ വേറൊരു സംഭവമാണ്. ലാലേട്ടൻ എന്ന് വെച്ചാല് ലാലേട്ടന്റെ മുഖമൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മളിപ്പം ഈ ശബരിമല പോലത്തെ അമ്പലമില്ലേ, പാളയം പള്ളി പോലത്തെ വലിയ വലിയ പള്ളിയിലുള്ള ഉസ്താക്കന്മാര്, അതുപോലെ അവരുടെയൊക്കെ മുഖത്തുള്ള ഒരു പ്രകാശം പുള്ളിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പുള്ളിനെ. നിങ്ങൾ ലൈവ് ഇപ്പൊ നേരിട്ട് ഷൂട്ടിങ്ങും ലാലേട്ടനുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ. പലരും പറയും ലാലേട്ടൻ എപ്പിസോഡ് കാണുന്നില്ല, സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ചാ സംസാരിക്കുന്നതെന്ന്. അങ്ങനെ തോന്നില്ല ചുമ്മാ കാര്യം. അവിടെ പോയിരുന്ന ഒരു ദിവസം ഷോ കാണും, അപ്പോഴത്തേക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. കാര്യം എന്റെ ഒരു ധാരണ എന്ന് വെച്ചാല് ഇപ്പൊ ഷാനവാസ് എന്നുള്ള പേര് പറയുമ്പോഴാണെങ്കിലും ഒന്ന് തെറ്റുമ്പോഴത്തേക്കും ഒരു റീടേക്കില്ല, സിനിമയുടെ കാര്യം പറഞ്ഞ് സീരിയലിന്റെ കാര്യം പറഞ്ഞിട്ട് ഒന്നും കൂടെ റീടേക്ക് എടുക്കുക, എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ മിസ്റ്റേക്കുകൾ പറ്റുമ്പോൾ ഒന്നും കൂടെ റീടേക്ക് എടുക്കുക എന്നാണ് വിചാരിച്ചത്. അവിടെ നമ്മൾ കയറി ഇങ്ങനെ അവിടെ പോയി ഇരുന്നാല് ഒരു 3 മണിക്കൂർ നടക്കുന്നത് അവിടെ നടക്കും എന്ന് വെച്ചാൽ എപ്പിസോഡ് അതുപോലെ നമ്മൾ കാര്യം അതിലവർ കട്ട് ചെയ്ത് കളയും. 3 മണിക്കൂർ പഠിക്കുന്നതിൽ അവർ 1.5-2 മണിക്കൂറേ പുറത്തു വിടുന്നുള്ളൂ, ബാക്കി കട്ട് ചെയ്ത് കളയും. പക്ഷെ എന്നാലും ലാലേട്ടൻ അവിടെ പെർഫോം ചെയ്യുന്നത് ആദ്യം വരുന്ന നമ്മുടെ ഈ പരസ്യത്തിന്റെ ഇത് പറയുന്നത് എല്ലാം നമ്മളെ മുമ്പിൽ നിർത്തി തന്നെ പറയുന്നത് അവസാനം വരെ ആ ഒറ്റ ടൂണിലങ്ങ് പോകും. അല്ലാതെ ഇടയ്ക്ക് ബ്രേക്കോ ഒന്ന് റീടേക്ക് എടുക്കട്ടെ എന്നോ ഒന്നുമില്ല, ഒരു സംഭവം ഇല്ല. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാര്യം പുള്ളി എങ്ങനെ നിന്ന് 2-3 മണിക്കൂർ എന്ന് പറയണ്ടേ. കാര്യം അപ്പുറത്തുനിന്ന് എന്ത് വരുമെന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റൂല. കാര്യം എന്ന് വെച്ചാൽ ലാലേട്ടന് പറയാനുള്ള ഒക്കെ അവർ പഠിപ്പിച്ചു കൊടുത്തെന്ന് തന്നെ ഇരിക്കട്ടെ, വീട്ടിന്റെ അകത്തിരിക്കുന്നവർ ഇങ്ങോട്ട് പറയുന്നത് ഒരു ബന്ധമില്ലാത്ത 5-ാമത്തെ 6-ാമത്തെ ദിവസം നടന്ന കാര്യമായിരുന്നു പറയുന്നത്. 71-ാം ദിവസം ഷാനവാസിക്കടുത്ത് ദേഷ്യപ്പെട്ടപ്പോൾ ഷാനവാസിക്ക പറഞ്ഞെന്ന് വെച്ചാൽ എന്തുവാ ഇവിടെ പുകഞ്ഞ ഉള്ളി പുറത്തുനിന്ന് പറഞ്ഞ ടാസ്ക് ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് വീക്കിലെ ടാസ്ക്. അത് അപ്പൊ ഈ 71-ാം ദിവസം അത് പറയുമ്പോ ലാലേട്ടൻ പെട്ടെന്ന് അത് ആലോചിച്ചെടുക്കണ്ടേ ആ ടാസ്ക്. എന്നിട്ട് ലാലേട്ടൻ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കും. അപ്പൊ നമ്മൾ തന്നെ കഴിയും പുള്ളി ഇതെങ്ങനെ ഇത് ആലോചിക്കും, പുള്ളി കാണില്ലേ. പിന്നെ അപ്പൊ ഈ സംശയമുള്ള പ്രേക്ഷകർക്കൊക്കെ ഇതാ നേരിട്ട് കണ്ട ആൾക്കാർ പറയുന്ന ലാലേട്ടൻ കൃത്യമായിട്ട് എപ്പിസോഡ് കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഉറപ്പായിട്ടും കാണാതെ അങ്ങനെ ഇതിനെ കുറിച്ച് അതുപോലെ പറയാൻ പറ്റത്തില്ല. നമ്മളായാലും ഷോ കാണാത്തവരാണെങ്കിൽ ലൈവ് കാണാത്തവരാണെങ്കിൽ ഇതുപോലെ സംസാരിക്കാൻ ഒക്കത്തില്ല. ഓരോ കാര്യങ്ങളും നമ്മൾ എല്ലാ സീസണും കണ്ടിട്ടുള്ളതുകൊണ്ടാണ്
ഒരു കാര്യം വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് പറയാൻ ഓർമ്മ വരും. എന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരും. ഓരോരുത്തർ ഇപ്പൊ ഞാൻ തന്നെ ഇതിൽ കണ്ടോണ്ടിരിക്കാതെ ഞാൻ എങ്ങനെ അത് പറയാൻ പറ്റും? അത് കണ്ടാലല്ലേ എനിക്കത് പറയാൻ പറ്റും. എന്താണ് കാണിച്ചതെന്ന് ഒന്ന് കണ്ണ് തെറ്റിപ്പോയാൽ ചിലപ്പോൾ നമ്മൾ അത് പറയുന്നതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരും. അത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നാലേ നമുക്ക് ആ കാര്യം പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അപ്പം ഉമ്മയുടെ ആഗ്രഹം പോലെ അനീഷ് വിജയിക്കട്ടെ, അനീഷും ഷാനവാസും കൂടെ ഉമ്മേനെ കാണാൻ വരട്ടെ, അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. എന്തായാലും ഓൾ ദി ബെസ്റ്റ് അടുത്ത വർഷത്തെ ബിഗ് ബോസിന് വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.